ശ്രീ എം ജയചന്ദ്രൻ, ഈ ഒരു സാഹചര്യത്തിൽ വേണം കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തെ നമ്മൾ കാണേണ്ടത്. നോക്കൂ, BJPയുടെ രണ്ടാം ഘട്ട ലിസ്റ്റും പുറത്തിറക്കി കഴിഞ്ഞു. പക്ഷേ കേരളത്തിലേക്കുള്ള 4 സീറ്റുകൾ അവർ ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ കൃത്യമായി ചില വിവരങ്ങൾ പുറത്തു വരുന്നത് വയനാട്, ആലത്തൂർ, എറണാകുളം, കൊല്ലം മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു എന്നാണ് ചില മാധ്യമ വാർത്തകൾ പുറത്തു വരുന്നത്. ഈ കൊല്ലം സീറ്റിൽ ഇത്തരത്തിൽ EDയെ പേടിക്കുന്ന ഒരു നേതാവിനെ ലക്ഷ്യം വെക്കുന്നു. ഒരു മുൻ മന്ത്രിയായ തലസ്ഥാനത്തുള്ള ഒരു നേതാവിനെ BJP ലക്ഷ്യം വെക്കുന്നു. BJP അദ്ദേഹത്തെ ചൂണ്ടാൻ പദ്ധതിയിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇവിടെയും ED പേടിയിൽ നേരെ BJPയിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യം ആ നേതാവിനുണ്ടാകുമോ? അദ്ദേഹത്തിന്റെ പേര് അങ്ങേക്ക് തന്നെ അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീലിമ, ഇത് ഈ BJP എത്ര തലകുത്തി മറിഞ്ഞാലും കേരളത്തിൽ അവർക്ക് യാതൊരു രക്ഷയുമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തവണത്തെ കേരളത്തിൽ ഇതുവരെ BJP നടത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം. ഇവിടെ സംസ്ഥാന ഘടകത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് ഒരു പരിഗണനയും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, നരേന്ദ്രമോദി നേരിട്ട് നിശ്ചയിച്ചിട്ടുള്ള ആൾക്കാരെ മാത്രമേ അവരിപ്പോൾ ഫീൽഡ് ചെയ്തിട്ടുള്ളൂ. അതാണ് BJPയുടെ കേരളത്തിലെ അതിദയനീയമായ പതനത്തിൻ്റെ അവസ്ഥ എത്തി നിൽക്കുന്ന ഏറ്റവും പരിതാപകരമായ പ്രീ ഇലക്ഷന് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാന കാര്യം. നോട്ടിഫിക്കേഷന് മുമ്പുള്ള ഘട്ടമാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്ന ഒറ്റ കാര്യമാണ്, ഇവിടുന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും വോട്ട് നേടാൻ കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ കാണിച്ചു തരണം. അതിന് അദ്ദേഹം ഫീൽഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രിയെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ, തൊട്ടടുത്ത് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ, നിങ്ങൾക്ക് വോട്ടുണ്ടെ കാണിച്ചു തരണം. അനിൽ ആന്റണിക്ക് വോട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാട്ടിത്തരണം. മോദിക്കപ്പുറത്തേക്ക്, മോദി പ്രഭാവത്തിനപ്പുറത്തേക്ക് കേരളത്തിൽ BJPക്ക് ഇതുവരെ എന്തെങ്കിലും നേടാൻ കഴിഞ്ഞിട്ടില്ല സംഘടനാപരമായി എന്നുള്ളത് അടിവരയിടുകയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അത് സുരേഷ് ഗോപിക്കും അത് തന്നെയാണ്. മോദി പ്രഭാവത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുരേഷ് ഗോപിയും കാട്ടിത്തരണം. അതാണ്. അല്ല ഇപ്പം കൃഷ്ണകുമാറിൻ്റെ കാര്യമോ, കണ്ണൂരിലെ നമ്മുടെ രഘുവിൻ്റെ കാര്യമോ, കാസർഗോഡ് അശ്വിനിയുടെ കാര്യമോ ഒന്നും പറയേണ്ട കാര്യമില്ല. എല്ലാവരുടെയും കെയർ ഓഫ് ഈ പറയുന്നത് പോലെ മോദി ഗ്യാരണ്ടി, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ BJPക്ക് കേരളത്തിൽ സംഘടനാപരമായി പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ വേര് പിടിപ്പിച്ച് സംഘടനയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു നിലയിലും ഇപ്പോൾ എത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സ്ഥാനാർത്ഥി പട്ടിക തന്നെ. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ശ്രീ റോണി പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അദ്ദേഹം പറയുമ്പോൾ നമുക്കത് ആ ഒരു പാർട്ടി എത്തി നിൽക്കുന്ന ഒരു പത്തറ്റിക് സിറ്റുവേഷനുണ്ട്. അത് അങ്ങേയറ്റം ഗുരുതരമായൊരവസ്ഥ പ്രാപിച്ചിട്ടും അത് കാണാതെ വരുന്നത് ഇവരെ പോലുള്ള ആൾക്കാരാണെന്ന് വരുമ്പോൾ നമുക്കത് നീലിമ പറഞ്ഞതുപോലെ തന്നെ ഖേദമാണ്, വിഷമമാണ്, സങ്കടമാണ് തോന്നുന്നത്. കാരണം ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നാണല്ലോ കോൺഗ്രസ്സിന് ഖ്യാതിയുള്ളത്. ആ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ഇപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള അത്യന്തം മാരകമായൊരു വെപ്രാളത്തിലാണ് ഈ ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ഭാരത് ജോഡോ ന്യായയാത്ര ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം, അവർ നടത്തി ജനവിശ്വാസം ആർജിക്കട്ടെ. പക്ഷേ എവിടെയെങ്കിലും ജനവിശ്വാസം ആർജിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ജനവിശ്വാസം ആർജിക്കാൻ കഴിയാത്തത് എന്നുള്ളതിന് വേറെ എങ്ങും നമ്മൾ പരതി പോകേണ്ടതില്ല. ഇവിടെ കേരളത്തിൽ LDFും UDFും പരമ്പരാഗത വൈരികളായിട്ട് തന്നെയാണല്ലോ മത്സരിക്കുന്നത്. ഇത്തവണ അങ്ങനെ തന്നെയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ്? ആൻറ്റി LDF സ്ലോഗൻസ് അല്ലാതെ, LDF സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങളല്ലാതെ എന്താണ് ഇവരിവിടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഇദ്ദേഹത്തെ പോലുള്ള പ്രൊഫസർ റോണിയെ പോലുള്ള ആൾക്കാർ ആലോചിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. കാരണം 2019 ഇവർക്ക് 20-ൽ 19 സീറ്റാണ് ജനങ്ങൾ കൊടുത്തത്. ഒന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു. 2 ശബരിമല ഇമ്പാക്റ്റ്, അതാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു. 2 ശബരിമല ഇമ്പാക്റ്റ്. അതിൽ പ്രത്യേകിച്ച് NSS CPMനോട് ആ സമയത്ത് കാണിച്ചിരുന്ന, LDF സർക്കാരിനോട് കാണിച്ചിരുന്ന ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. പക്ഷേ 21-ൽ എന്താണ് കണ്ടത്? 21-ൽ അതല്ലോ ജനങ്ങൾ പ്രകടിപ്പിച്ച മനോഭാവം.
ഇവരുടെ പ്രചണ്ഡമായ പ്രചരണം മാത്രമാണോ UDF എന്നുള്ള നിലയിൽ BJP എന്നുള്ള നിലയിൽ മറുപക്ഷവും ചെയ്തത് മാത്രമാണോ? കേരളത്തിലെ മാധ്യമങ്ങൾ 99.99% സർക്കാർ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, ഏറ്റവും സംഘടിതമായി പ്രവർത്തിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. എന്നിട്ടെന്താണ് 99 സീറ്റല്ലേ കിട്ടിയത്? അപ്പോൾ രണ്ടും രണ്ടായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. പാർലമെൻറ്റ് ഇലക്ഷനെ ദേശീയമായിട്ടും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംസ്ഥാന പ്രത്യേകത അകത്ത് നിന്നുകൊണ്ടുമാണ് ജനങ്ങൾ കാണുന്നതിനുള്ള തെളിവ് തന്നെ അവിടെ കിട്ടി. എന്നിട്ടും വീണ്ടും 24 വരുമ്പോൾ 24 പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളൊന്നും സർക്കാരിനെതിരെയല്ല, ദേശീയ ഗവൺമെൻറ്റിനെതിരെയല്ല. എവിടെയാണ് CAA-ക്കെതിരായ നിലപാട് എന്ന് മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം ചോദിച്ചില്ലേ പത്രസമ്മേളനത്തിൽ? തൊട്ടടുത്ത് കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാരിന് നിലപാടുണ്ടോ? കേൾക്കുന്നില്ലല്ലോ. തെലുങ്കാനയിൽ ആ നിലപാടുണ്ടോ? പിന്നെ ഹിമാചൽ പ്രദേശിൽ ആ നിലപാടുണ്ടോ? ഇത് പറയണ്ടേ? അതേസമയം കേരളം പിന്നെ ഹർജിയുമായിട്ട് സുപ്രീം കോടതി സമീപിച്ചിരിക്കുകയല്ലേ. അതെന്തുകൊണ്ടാണ്? ജനങ്ങളുടെ മുമ്പുള്ള നിലപാടാണ് പറയേണ്ടത്. ആ നിലപാട് പറയുന്നതിന് പകരം പിണറായി വിജയനെ കുറ്റം പറഞ്ഞും LDF സർക്കാരിനെ കുറ്റം പറഞ്ഞും കുറേ പ്രചാരണം നടത്തി അതിന് മാധ്യമങ്ങളുടെ പിന്തുണയും ആർജിച്ചാൽ ഇവിടെ നേടിക്കഴിഞ്ഞു എന്നുള്ള മിഥ്യാധാരണയാണ് കോൺഗ്രസിനെ അന്ധമായി നയിക്കുന്നത്. അത് തന്നെയാണ് ഈ കൊഴിഞ്ഞുപോക്കിൻ്റെ ഇപ്പോൾ പത്മിനി തോമസ് പറഞ്ഞില്ലേ, പത്മിനി തോമസ് ഒരു വലിയ പക്ക രാഷ്ട്രീയക്കാരായിട്ട് ആരും കാണുന്നില്ല, ഞാനും കാണുന്നില്ല കേട്ടോ. പക്ഷേ അവർ അവർ ഉദാഹരിച്ചത് എന്താണ്? അവരുദാഹരിച്ചത് NCP-യിലേക്ക് പോയ വനിതാ നേതാവിൻ്റെ കാര്യം, കോൺഗ്രസ് വനിതാ നേതാവിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. മുട്ടയടിക്കേണ്ടി വന്നില്ലേ പരസ്യമായി എന്ന് പറയുമ്പോൾ എന്താണ്? അത് സ്ത്രീയാണേ അവരുദാഹരിക്കുന്നത്. അത് ചെറിയ ഉദാഹരണമൊന്നുമല്ല, അതൊരു മെസ്സേജ് നൽകുന്നുണ്ട്. ആ മെസ്സേജ് നൽകുന്ന ആർക്കാണ്? വോട്ടർമാരായ സ്ത്രീകൾക്കാണ് ആ മെസ്സേജ് നൽകുന്നത്. അത് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളതിനെ പ്രതിരോധിക്കാനായിട്ട് ഒരു കോൺഗ്രസ്സുകാരനെങ്കിലും ഈ ചർച്ചയിലടക്കം പ്രൊഫസർ റോണി കെ ബേബി അടക്കം ആ നിലപാടിനെ പ്രതിരോധിക്കാൻ, പത്മിനി തോമസിനെ പ്രതിരോധിക്കാൻ ഒരു മെസ്സേജ്, അവർ തെറ്റായ മെസ്സേജാണ് കൊടുക്കുന്നതെങ്കിൽ അത് തെറ്റായ മെസ്സേജാണെന്ന് പറയാൻ അദ്ദേഹം തയ്യാറാവുന്നുണ്ടോ? ഇല്ല. എന്താണ് കാര്യം? അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ക്യാപ്സ്യൂള് ആൻറ്റി പിണറായി, അതാണ് വേണ്ടത്, ഇതാണ് പറയുന്നത്. എന്നിട്ട് അടുത്തതെന്താണ്? മാധ്യമങ്ങളുടെ പ്രശ്നമാണ് ഇത് മുഴുവനും, ഞങ്ങളുടെ പ്രശ്നമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ കൈരളിയുടെ പ്രശ്നമാണ്, നീലിമയുടെ പ്രശ്നമാണ്, ഇവിടെ ചർച്ച ചെയ്യുന്ന എൻ്റെയും അഡ്വക്കേറ്റ് സമ്പത്തിൻ്റെയും പ്രശ്നമാണ്. അല്ലാതെ കോൺഗ്രസ് അത്തരം പ്രശ്നമില്ലെന്ന് നമ്മൾ വെറുതെ കണ്ണടച്ചിരുട്ടാകുകയാണ്. നമ്മൾ വിഡ്ഢികളായിട്ടല്ലേ? പ്രൊഫസർ റോണി കെ ബേബിയൊക്കെ കൃത്യമായിട്ട് അവർക്ക് രാഷ്ട്രീയം പഠിച്ച് രാഷ്ട്രീയം പ്രവർത്തിക്കുന്നവരാണ്. അവർക്കറിയാം നീലിമയും ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കൈരളി കൂടെ ഉണ്ടാക്കുന്ന ഈ പ്രചാരണത്തിനൊന്നും ഒരു കാര്യവുമില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ BJP-യെ കടത്തി വെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു, അവർ അധികാരത്തിൽ വരാനും തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾ അധികാരത്തിൽ വരിക തന്നെ ചെയ്യും. ഇതാണ് നിലപാട്. ഇത് അവരെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് അവർ ആലോചിക്കണം. അതല്ലേ വേണ്ടത്? ഇപ്പോൾ 20-20 ജയിച്ചു കഴിഞ്ഞു എന്നാണല്ലോ ഇപ്പോഴേ പ്രചാരണം നടത്തുന്നത്. പക്ഷെ ജനങ്ങളുടെ മനസ്സിലുള്ള അവസ്ഥ എന്താണ് ഇവരെ പറ്റി? പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇവരെ കഴിഞ്ഞ 2019 പോലെ അനായാസം 20-20 19 ഉള്ളായിരുന്നു, 20-20 അങ്ങ് പിടിച്ചു കയറും എന്നാണ് തെറ്റിദ്ധരിക്കുന്നതെങ്കിൽ ജനങ്ങളെ എത്ര കണ്ട് വില കുറച്ചാണ് ഈ UDF എന്ന സംഘടനാ സംവിധാനം കാണുന്നത് എന്ന് ഓർത്ത് പകച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് കോൺഗ്രസിൻ്റെ പല തലങ്ങളിൽ. അത്തരക്കാരാണ് പോകുന്നത്. അവർക്ക് പിന്നെ LDF-ലേക്ക് വന്നിട്ട് കാര്യമില്ല. കാരണം ദേശീയ തലത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. അവർക്ക് വേണ്ടത് ചില സ്പേസുകളാണ് വേണ്ടത്. അത് കൊടുക്കാൻ LDF അങ്ങനെ തയ്യാറാവില്ല എന്നറിയാവുന്നവരാണ്, ഭാഗ്യാന്വേഷികളാണ്, രാഷ്ട്രീയ ഭാഗ്യാന്വേഷികൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതവർ കാണുന്നില്ലെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതിന് മറുപടി പറയുന്നത് മാധ്യമങ്ങളുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആരോപണം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പരിക്കുകളാണ് കോൺഗ്രസ്സിന്, ഐക്യജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലുള്ളതെങ്കിൽ അങ്ങനെ തന്നെ പറയുക, അതേ ഉള്ളൂ. അത് ജനങ്ങൾ തീരുമാനിച്ച് അവരുടെ വിധിയെഴുത്തിന് വിടുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല.